ഹമിൻസ് കുക്കിംഗ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ആണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാം. അത്രയും ടേസ്റ്റ് ആണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പേ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇപ്പൊ ഞാനൊരു 1/4 കപ്പ് പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ഇതിലിപ്പോ ഞാൻ 1/4 കപ്പ് പാലിലാണ് കസ്റ്റാർഡ് മിക്സ് ചെയ്യുന്നത്. ഇതാണ് കസ്റ്റാർഡ് പൗഡർ. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. കസ്റ്റാർഡ് ചേർത്തതിനു ശേഷം കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. 1/2 ലിറ്റർ പാലിലേക്ക് നമുക്ക് ആകെ കൂടെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആണ്. കൂടുതലായിട്ട് എടുത്താൽ നമ്മുടെ കസ്റ്റാർഡ് നല്ല പോലെ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ 1/2 ലിറ്റർ പാലിലേക്ക്. ഞാനിപ്പോ 1/2 ലിറ്റർ പാലിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഞാൻ കസ്റ്റാർഡിനെ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിനായിട്ട് ഇപ്പൊ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പാലിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതായിപ്പോ പാല് നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡും പാലും ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്നതിന്റെ മുന്നേ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈവിട്ട് കഴിഞ്ഞാൽ ഇത് കട്ടയായിട്ട് പോകട്ടോ. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല പോലെ തിക്കായിട്ട് വരും. അതുവരേക്കും ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പതാ നമ്മുടെ കസ്റ്റാർഡ് നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. കൂടുതലായിട്ട് തിക്കാക്കാൻ വേണ്ടി നിൽക്കണ്ട. ചൂട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് വരും. ഇത് ചൂട് പോവാനായിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കസ്റ്റാർഡ് നല്ല പോലെ ചൂടൊക്കെ പോയി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉറുമാമ്പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ ആപ്പിള് ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വലിയ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതും കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അളവിൽ ചേർക്കാം. കൂടാതെ നട്ട്സ് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട്സും കസ്റ്റാർഡും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, സെർവ് ചെയ്യാം. അതല്ല തണുപ്പ് വേണ്ടവരാണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോ ഇത് 1 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ ദാ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.